സീതാറാം യെച്ചൂരി വിട പറഞ്ഞു. 70-ലേറെ വർഷം നീണ്ട ജീവിതത്തിലൂടെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നിർണായകമായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ നേതാവാണ് യെച്ചൂരി. JNUവിലെ പഠനകാലം മുതൽ യെച്ചൂരി എന്ന രാഷ്ട്രീയ സാന്നിധ്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വേറിട്ട ശബ്ദമായി മാറാൻ തുടങ്ങി. തുടർന്ന് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾക്കൊപ്പം സഞ്ചരിക്കുകയും മൗലികമായ ഇടപെടലിലൂടെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യാൻ യെച്ചൂരി ശ്രമിച്ചു. 1974 SFIയിലൂടെയാണ് സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ പ്രവേശം. CPIM ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് ഉയർന്ന സീതാറാം എന്നും വിഭാഗീയതയ്ക്കും വ്യക്തിനിഷ്ഠ രാഷ്ട്രീയ നിലപാടിനും എതിരായി നിലകൊണ്ടു. അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയം ജനാധിപത്യത്തെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രമിച്ച നേതാവായി യെച്ചൂരിയെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലമാണ്. അതിനെതിരെ ഇച്ഛാശക്തിയോടെ ഇന്ത്യൻ ഇടതുപക്ഷത്തെ നയിക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യൻ ഇടതുപക്ഷ പ്രയത്നങ്ങളിൽ വലിയ ശൂന്യതയാവും സൃഷ്ടിക്കുക.